കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു. നാളിതുവരെയായിട്ട് അടുത്ത മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ഒരു കാര്യവും ഇതുവരെയായിട്ട് വലിയ മെജോറിറ്റിയിൽ ജയിച്ച UDF ചെയ്തിട്ടില്ല. 102 സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് UDF അധികാരത്തിൽ വന്നത്. ഇപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ എല്ലാ സ്റ്റേറ്റുകളിലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയും മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ 108 സീറ്റുകളോട് കൂടിയിട്ട് വിജയുടെ 2 വർഷം മാത്രം പ്രായമുള്ള TVK അധികാരത്തിലെത്തി. അപ്പോഴും TVK ഒരു ഏറ്റവും വലിയ കക്ഷി മാത്രമായിരുന്നു. ഒരു ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് വീണ്ടും കുറച്ചുകൂടി സീറ്റുകൾ ആവശ്യമായിരുന്നു. 118 സീറ്റുകൾ ആവശ്യമായിരുന്നു. ഗവർണർ തീർച്ചയായും അതിനകത്ത് രാഷ്ട്രീയം കളിച്ചു. ഏറ്റവും വലിയ കക്ഷിയെ മന്ത്രിസഭ രൂപീകരിക്കാൻ ശ്രമിക്കുക, പിന്നീട് അവർ ഭൂരിപക്ഷം സഭയിൽ തെളിയിക്കുക എന്നുള്ളതാണ് ഇത്രയും കാലമുള്ള കീഴ്വഴക്കം. പക്ഷേ അത് ലംഘിച്ചുകൊണ്ട് ഗവർണർ 118 സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കൂ, അധികാരത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതും സംഭവിച്ചു. അതിലും DMK സഖ്യത്തിൽ മത്സരിച്ചിരുന്ന കോൺഗ്രസ് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് അറിയുന്നതോടുകൂടി തന്നെ നേരെ TVKയുടെ കൂടെ പോവുമായിരുന്നു. കോൺഗ്രസിൻ്റെ 5 MLA-മാരും അങ്ങോട്ട് പോയി. അപ്പോൾ അത് യഥാർത്ഥത്തിലൊരു മുന്നണിയിൽ മത്സരിച്ച് ജയിച്ചതിന് ശേഷം DMK-യുമായിട്ടൊരു കൺസൾട്ടേഷൻ പോലും നടത്താതെയാണ് അങ്ങോട്ട് പോയത്. എന്നിട്ടും സീറ്റ് തികയാത്ത സാഹചര്യത്തിൽ DMK മുന്നണിയിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള മറ്റ് ചില കക്ഷികൾ, മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ CPI, CPM തുടങ്ങിയ കക്ഷികൾ സ്റ്റാലിനുമായിട്ട് ചർച്ച നടത്തുകയും അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി ADMK ഉൾപ്പെടുന്ന BJP മുന്നണിക്ക് അധികാരം ലഭിക്കാതിരിക്കാനായിട്ട് വിജയയുടെ പാർട്ടിക്ക് പിന്തുണ നൽകുകയും ചെയ്തു. അത് അവർ ചെയ്തത് കൃത്യമായ കാര്യമാണ്. അവരവരുടെ മുന്നണിയിൽ സംസാരിച്ചു. ആ മുന്നണിയിൽ സംസാരിച്ചതിന് ശേഷമാണ് DMK മുന്നണി വിട്ടിട്ട് TVKയുടെ കൂടെ പോയത്. പക്ഷേ കോൺഗ്രസ് ഇത്തരത്തിൽ യാതൊന്നും സംസാരിക്കാതെ നേരെ അവിടെ ചെന്ന് കയറുന്നു. അങ്ങനെ ഈ ദിവസങ്ങളിൽ വിജയ് മുന്നണി രൂപീകരിക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ കേരളത്തിലെ സ്ഥിതി നോക്കിയാൽ കേരളത്തിൽ 102 സീറ്റുകളോടുകൂടി അധികാരത്തിൽ കോൺഗ്രസ് മുന്നണി വന്നിട്ട് ഇതുവരെയായിട്ട് കോൺഗ്രസ്സിന് അതിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി വരാനുള്ള വിഷയങ്ങളിൽ ഈ കോൺഗ്രസിൻ്റെ കാര്യം എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കേരളത്തിൽ തികഞ്ഞ ഭൂരിപക്ഷമാണ് അവർക്ക് ലഭിച്ചത്. അപ്പോൾ വോട്ട് ചെയ്ത ജനങ്ങളുടെ താല്പര്യങ്ങളോട് യാതൊരു ആഭിമുഖ്യവും ആ പാർട്ടിക്കില്ല എന്നുള്ളതാണ്. അതൊട്ടും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ഇലക്ഷന് മുമ്പ് ഉണ്ടായിരുന്ന ശരീരഭാഷയിലല്ല ഇപ്പോൾ നമ്മൾ പല ചാനലുകളും വരുന്ന കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസ് മുന്നണിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ച 63 പേരിരിക്കെ നേരത്തെ തന്നെ MP-മാരെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്ത ശേഷമാണ് ഇലക്ഷനെ കോൺഗ്രസ് നേരിട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 63 പേരിൽ ഒരാളായിരിക്കും മുഖ്യമന്ത്രി. ഈ 63 പേരിൽ ആരെ തന്നെയും കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് വോട്ട് ചെയ്ത ആൾക്കൊന്നും പറയാനില്ല. കാരണം ഇവരിൽ ആരെങ്കിലുമൊക്കെ മുഖ്യമന്ത്രിയാവുമെന്ന് കണ്ടുകൊണ്ടാണല്ലോ ഈ വോട്ട് ചെയ്ത ആളുകൾ വോട്ട് ചെയ്തിരുന്നത്. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പെട്ടെന്ന് തന്നെ കേന്ദ്രത്തിൽ MP ആയിരിക്കുന്ന, അതുപോലെ തന്നെ ഇപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനുമായിരിക്കുന്ന KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യാനാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമം വിജയിക്കുമോ ഇല്ലയോ എന്ന് പറയാനായിട്ടുള്ള ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഒരു തീരുമാനം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ. അപ്പോൾ ഇത് അവർക്ക് വോട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് തികച്ചും നിരാശാജനകമായ സംഭവമാണ്. അതുപോലെ തന്നെ തിരിച്ച് LDFന് വോട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിരിക്കാനുള്ള വകയാണ്. കാരണം ഇതൊക്കെ സംഭവിക്കുമെന്ന് അവർക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. ഇതിൽ
മലയാളത്തിൽ ഇതിന് ധാരാളം റിലവൻ്റായിട്ടുള്ള പഴഞ്ചൊല്ലുകളുണ്ട്. പിന്നെ അതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതൊക്കെ പറയാൻ കൊള്ളാവുന്ന അത്രയും സഭ്യമായിട്ടുള്ളതല്ലാത്തതുകൊണ്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇത്രയും ദിവസമായിട്ടും, പ്രത്യേകിച്ച് ഈ മെയ് മാസമാണ്, ഏപ്രിൽ കഴിഞ്ഞതിന് ശേഷം മെയ് മാസത്തിൽ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുകയാണ്. ധാരാളം പദ്ധതികൾ, തുടർ പദ്ധതികളുണ്ട്. അതുപോലെ തന്നെ പുതിയ പദ്ധതികളെക്കുറിച്ച് തീരുമാനിക്കാനുണ്ട്. സാമ്പത്തിക നില കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. എന്താണ് സർക്കാരിൻ്റെ ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ സാമ്പത്തിക അവസ്ഥ എന്ന് നോക്കാനുണ്ട്. മഴക്കാലം വരികയാണ്. മഴക്കാലം വന്നു കഴിഞ്ഞു, പല സ്ഥലത്തും മഴക്കെടുതികളുണ്ടാവുന്നുണ്ട്. അതേസമയം ജൂൺ 1-ാം തീയതി സ്കൂൾ തുറക്കുകയാണ്. ആ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് പുസ്തകങ്ങളെല്ലാം കിട്ടണം. അതെല്ലാം നേരത്തെ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ടെന്ന് സ്ഥാനമൊഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ സ്കൂൾ തുറക്കണം. അതുപോലെ തന്നെ സ്കൂൾ തുറക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ മഴയുടെ കെടുതികളുണ്ട്. അതുപോലെ മറ്റു കാര്യങ്ങൾ ചെയ്യണം. തെരഞ്ഞെടുപ്പ് കാലത്ത് പല സ്ഥലങ്ങളിലേക്കും താൽക്കാലികമായി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥരെ അവരെ പഴയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരണം. ഈ രീതിയിൽ വലിയ ക്രമീകരണങ്ങൾ നടത്തേണ്ട ഒരു മാസമാണ് മെയ് മാസം. ഈ മെയ് മാസത്തിൽ ഇതുവരെയായിട്ടും യാതൊരു തരത്തിലും മുഖ്യമന്ത്രി ആര് എന്ന് പറയാൻ സാധിച്ചിട്ടില്ല. ഈ വലിയ വിജയത്തിൻ്റെ തിളക്കം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. ദീപാദാസ് മുൻഷിയായിട്ട് 23-ാം തീയതി വരെ ഇനി സമയമുണ്ട്. അതിനുള്ളിൽ എപ്പോഴെങ്കിലും മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ മതി എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജയിച്ചു വന്നിട്ടുള്ള MLA-മാർ പലരും ഘടകകക്ഷികളോട് തന്നെ വളരെ അവരുടെ നിലപാടുകളെ വിമർശിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി ഈ മന്ത്രിസഭയുടെ വന്നു കഴിഞ്ഞാൽ പോക്ക് എങ്ങോട്ടാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല. കാരണം തമ്മിലടി ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഈ കാര്യങ്ങൾ തന്നെയായിരിക്കണം, നമുക്കിപ്പോൾ കേരളത്തിലെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലാകുന്ന ഈ കാര്യങ്ങൾ തന്നെയായിരിക്കണം രാജസ്ഥാനിലും അതുപോലെ മധ്യപ്രദേശിലും ഒക്കെ ഈ പാർട്ടിക്ക് സംഭവിച്ചത്. അപ്പോൾ ഒരു അനുഭവങ്ങളിൽ നിന്നും ഒരു പാഠവും പഠിക്കാതെയാണ് ഈ പാർട്ടി മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ അരൂപിയായിട്ടുള്ള ഒരു ഹൈക്കമാൻഡ് എന്ന സംഭവം തീരുമാനിക്കട്ടെ എന്നാണ് പറയുന്നത്. എപ്പോഴും അവർ പറയുന്ന ഒരു കാര്യമാണ് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. മറ്റ് പാർട്ടികളിൽ ഏത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും എന്താണ് ആ പാർട്ടിയുടെ സ്ട്രക്ചർ എന്ന്. ഒരു ദേശീയ, ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ ജനറൽ സെക്രട്ടറി ഉണ്ട്. ആ ജനറൽ സെക്രട്ടറിയെ സഹായിക്കാനായിട്ട് CPI-യിലാണെങ്കിൽ എക്സിക്യൂട്ടീവ് ഉണ്ട്. അതുപോലെ CPM-ലാണെന്നുണ്ടെങ്കിൽ പോളിറ്റ് ബ്യൂറോ ഉണ്ട്. അതിന് താഴെ നാഷണൽ കൗൺസിലുണ്ട്. അങ്ങനെ ഈ കമ്മിറ്റികൾ ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ കമ്മിറ്റികളിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അതുപോലെ ഈ കമ്മിറ്റികളുടെ തീരുമാനങ്ങൾ അവർ പുറത്തേക്ക് പറയാറുണ്ട്. പക്ഷേ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ അരൂപിയായ ഒരു സംഭവമാണുള്ളത്. ഇതിലാരാണല്ലോ ചിലർ നോക്കുമ്പോൾ ഒരു വശം നോക്കുന്ന സമയത്ത് അത് സോണിയാഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെട്ടതാണെന്ന് പറയുന്നു. അതേസമയം മറ്റു ചിലർ പറയുന്നു അത് മല്ലികാർജ്ജുൻ ഖാർഗെയും KC വേണുഗോപാലും രാഹുൽ ഗാന്ധി ഉൾപ്പെട്ടതാണ് എന്ന് പറയുന്നു. ഇത് എന്താണെന്നുള്ള ഒരു രൂപമില്ല. തികച്ചും അമൂർത്തമായ ഒരു സംഭവമാണ് ഈ ഹൈക്കമാൻഡ്. ഈ ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിന് വേണ്ടിയാണ് ഇവർ കാത്തിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഈ വല്ല ആരാധനാലയങ്ങളിലും പോയിട്ട് ദൈവത്തിൻ്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കുന്നത് പോലെയാണ്. ഇത് എന്താണ് ഈ സംഭവം എന്നറിയില്ല. അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്നത്. അപ്പം നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കോൺഗ്രസ് പരാജയപ്പെട്ട എന്താണെന്ന് നമ്മളിപ്പോൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാണ്. ഇതുവരെ വോട്ട് ചെയ്ത ആളുകളെല്ലാവരെയും തന്നെ അങ്ങേയറ്റം നിരാശരാക്കുന്ന തീരുമാനമാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നയിച്ച ആളുകളുണ്ട്. ഇപ്പോൾ VD സതീശനായിരുന്നു പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശനാണ് ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ നയിച്ചത്. VD സതീശൻ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന മുൻ പ്രതിപക്ഷ നേതാവും മന്ത്രിയും KPC പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന രമേശ് ചെന്നിത്തലയുണ്ട്. ഇവരെ ഒന്നും പരിഗണിക്കാതെ ഒരു പുതിയ വേഷത്തെ ഇറക്കുമതി ചെയ്യാനുള്ള ശ്രമമാണിതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് അരി ആഹാരം കഴിക്കുന്ന ആളുകൾക്ക് നമ്മൾ തിനയും ഗോതമ്പും ഒന്നുമല്ല കഴിക്കുന്നത്. ഈ അരി ആഹാരം കഴിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം VD സതീശനെ മാറ്റിയിട്ട് ഈ ഹൈക്കമാൻഡിൻ്റെ നോമിനി, ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു നോമിനിയെ ഇവിടെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനെ ഈ മുന്നണിക്ക് UDF മുന്നണിക്ക് വോട്ട് ചെയ്ത ആളുകളെല്ലാം ഒന്നടങ്കം അതുപോലെ തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹവും എതിർക്കുകയാണ്. അപ്പോൾ ഇതിലൊരു തീരുമാനം ഈ പറയുന്ന സമയം വരെ വന്നിട്ടില്ല.
ഇന്ന് വൈകുന്നേരം വരുമെന്ന് പറയുന്നുണ്ട്, നാളെ വരുമെന്ന് പറയുന്നുണ്ട്, ചിലപ്പോൾ 5 ദിവസം കഴിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ UDF ജയത്തിൻ്റെ എല്ലാ തിളക്കവും ഇപ്പോൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു.